Hello everyone. Today we will discuss classification of capital structure in financial management. The classification of capital structure can be according to 1. Sources, 2. Ownership, 3. Cost, and 4. Nature or type. സോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചതാണ്. സോ നമ്മൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സോഴ്സസ്. എവിടെ നിന്നാണ്, ഏത് സോഴ്സിലൂടെയാണ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ്, ആ സോഴ്സിനെ ബേസ് ചെയ്തിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ എന്നും അല്ലെങ്കിൽ ഇൻറ്റേർണൽ സോഴ്സ് എന്നും എക്സ്റ്റേണൽ സോഴ്സ് എന്നും 2ആയിട്ടാണ് ക്യാപിറ്റലിനെ നമുക്ക് സോഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ക്യാപിറ്റലിന് എക്സാമ്പിൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, സിമിലർലി ക്യാപിറ്റൽ റിസർവ്സ്. ക്യാപിറ്റൽ റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യാപിറ്റലിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ റിസർവ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇൻറ്റേർണൽ സോഴ്സായിട്ട് 3 ഡിഫറെൻറ്റ് സോഴ്സസ് ആണുള്ളത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതിനെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നും പറയും, ക്യാപിറ്റൽ റിസർവ്സ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, ഡിബഞ്ചർ. എക്സ്റ്റേണൽ സോഴ്സായിട്ട് വരുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. ഷെയർ പ്രീമിയം, ഷെയർ വിൽക്കുമ്പോൾ ഡിമാൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വില കൂട്ടി വിൽക്കാൻ സാധിക്കും. അങ്ങനെ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസിനേക്കാളും കൂടുതൽ വിൽക്കുകയാണെങ്കിൽ ആ ഡിഫറൻസ്, അത് തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്ന പേരാണ് ഷെയർ പ്രീമിയം. സോ ദീസ് ആർ ദി എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് ഓർ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ആണ്. സോഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്നും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. അക്കോർഡിംഗ് ടു ഓണർഷിപ്പ്, ക്യാപിറ്റൽ ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ഓൺഡ് ക്യാപിറ്റൽ ആൻഡ് ബോറോഡ് ക്യാപിറ്റൽ. സോ ഓണർഷിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് 2 ടൈപ്പായിട്ടാണ് ക്യാപിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓൺഡ് ക്യാപിറ്റൽ എന്നും ബോറോഡ് ക്യാപിറ്റൽ എന്നും. ഓൺഡ് ക്യാപിറ്റലിന് എക്സാമ്പിൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നും പറയുന്നതിന്. അപ്പോൾ ഓണർഷിപ്പിനെ അനുസരിച്ചിട്ടുള്ള ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓൺഡ് ക്യാപിറ്റലാണ്. അതേസമയം 2ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബോറോഡ് ക്യാപിറ്റൽ. അതിന് എക്സാമ്പിൾസ് ലോങ് ടൈം ലോൺസും ഡിബഞ്ചേഴ്സുമാണ്. ഈ ബോറോഡ് ക്യാപിറ്റലിന് നമ്മൾ മറ്റൊരു പേര് പഠിച്ചിട്ടുള്ളതാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ. അപ്പോൾ ഓണർഷിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് ഓൺഡ് ക്യാപിറ്റൽ എന്നും ബോറോഡ് ക്യാപിറ്റൽ എന്നുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ കോസ്റ്റ്. According to cost, capital structure is classified into fixed cost capital and variable cost capital. കോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ എമൗണ്ട്, നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റ്, അതിൻ്റെ പിന്നിലൊരു കോസ്റ്റ് ഉണ്ടാകും. ആ കോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും 2ആയിട്ട് നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് അതിന്
എവിടെ നിന്നാണോ അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത്, തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന അധികമായിട്ടുള്ള എമൗണ്ടിനെയാണ് ഇവിടെ കോസ്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഡിബഞ്ചറിൻ്റെ കേസ് എടുക്കാം. ഡിബഞ്ചർ നമ്മുടെ പബ്ലിക്കിൻ്റെ നിന്ന് ബോറോ ചെയ്യുന്ന മണിയാണ് ഡിബഞ്ചറായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ പബ്ലിക്കിന് തിരിച്ച് ആ എമൗണ്ട് കൊടുക്കുമ്പോൾ അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. സോ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. സിമിലർലി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയറിൻ്റെയും പ്രിഫറൻസ് ഷെയറിൻ്റെയും ഒക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് എത്ര നൽകുന്നോ അതാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡിബഞ്ചറിനും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനും ലോങ് ടേം ലോണിനുമൊക്കെ അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പെർസെൻറ്റേജിലായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് നൽകേണ്ടി വരിക, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻഡ് നൽകേണ്ടി വരിക. അതിന് മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്യാപിറ്റലിനെ ഫിക്സഡ് കോസ്റ്റ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റൽ എന്നും പറയാൻ സാധിക്കും. ഫിക്സഡ് കോസ്റ്റ് ക്യാപിറ്റലിന് എക്സാമ്പിൾസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്. അറ്റ് ദ സെയിം ടൈം വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റലിന് എക്സാമ്പിൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? കാരണം ഇക്വിറ്റിയുടെ ഡിവിഡൻഡ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല. ഓരോ വർഷവും അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. പ്രോഫിറ്റ് കൂടുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ഡിവിഡൻഡ് കൂടുതലായിരിക്കും. നേരെ മറിച്ച് പ്രോഫിറ്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിവിഡൻഡ് കൊടുത്തില്ല എന്നും വരും. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് എക്സാമ്പിളാണ്. സോ ഇതാണ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓർ ടൈപ്പ്. According to nature or type, capital structure may be classified into simple or complex. The capital structure of a firm is said to be simple when it is composed of equity capital only. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് അതിനെ സിമ്പിൾ എന്നും കോംപ്ലക്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനോടൊപ്പം തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും ലോങ് ടൈം ലോൺസും അങ്ങനെ എല്ലാ തരം സോഴ്സിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഫോം ചെയ്യുമ്പോൾ ആ തരം ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. On the other hand, capital structure of a firm is said to be complex if it is composed of equity share capital, preference share capital, retained earnings, debentures and long-term loans. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഇൻക്ലൂഡിങ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ റിസർവ്സ് ആയിട്ടുള്ള പ്രോഫിറ്റും കൂടി ചേരുമ്പോൾ അതെല്ലാം കൂടി ചേർന്ന് വരുന്ന സോഴ്സ് ആകുമ്പോൾ ആ തരം ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരുന്നു. 4 തരത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ കോസ്റ്റ്, ബേസ്ഡ് ഓൺ നേച്ചർ ആൻഡ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. ഒന്നുകൂടെ പറയാം, ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്, ബേസ്ഡ് ഓൺ കോസ്റ്റ് ആൻഡ് ബേസ്ഡ് ഓൺ നേച്ചർ ഓർ ടൈപ്പ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു ചെറിയ ഏരിയ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ സ്ട്രക്ചറും? ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? അതാണ് അടുത്തായിട്ട് പഠിക്കാനുള്ളത്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് all long-term and short-term liabilities. But if short-term liabilities are excluded, the same is known as capital structure. So that is the difference. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തുക. നേരെ മറിച്ചിട്ട് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സും ഉണ്ടാവും, ഷോർട്ട് ടൈം അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസും ഉണ്ടാവും. സോ കറണ്ട് ലയബിലിറ്റീസും അതുപോലെ തന്നെ ലോങ് ടൈം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടൈം സോഴ്സസ് ഓഫ് ക്യാപിറ്റലും കൂടി ചേരുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. വൺസ് അഗൈൻ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഇൻക്ലൂഡ് ഓൺ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ്. ബട്ട് ഇഫ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ആർ എക്സ്ക്ലൂഡഡ്, ഇറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു എക്സാമ്പിൾ നോക്കാം. മുൻപ് നമ്മൾ കണ്ടിരുന്ന ഒരു ബാലൻസ് ഷീറ്റ് തന്നെയാണ് AB ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കേണ്ടത് ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡിൽ ആദ്യം തന്നിരിക്കുന്ന 5 ഐറ്റം, ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, 15% ഡിബഞ്ചേഴ്സ് ആൻഡ് ടേം ലോൺ ഫ്രം IDBI. ഈ 5 സോഴ്സ് ഓഫ് ഫണ്ട്സും ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. അപ്പോൾ അത് കാരണം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഈ 5 ഡിഫറെൻറ്റ് സോഴ്സും അതിൻ്റെ എമൗണ്ടും മാത്രമേ കാണിക്കേണ്ടതുള്ളൂ. ദാറ്റ് ഷോസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദിസ് കമ്പനി കംസ് ഇസ് 12,60,000 that you can see in the screen. On the other hand, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ദ ടോട്ടൽ ലയബിലിറ്റീസ്, അതിനാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഐറ്റം കഴിഞ്ഞ് ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡിലുള്ള ബാക്കി ഐറ്റംസ്, ദാറ്റ് ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഈ 4 കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസിനെയാണ്. അപ്പോൾ ഷോർട്ട് ടൈം ലയബിലിറ്റീസും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ലയബിലിറ്റി കിട്ടുന്നത്. അപ്പം ആ ടോട്ടൽ ലയബിലിറ്റിയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഈ കേസിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 15,000 ആയിരിക്കും. ഇവിടെ കാണാൻ സാധിക്കും ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് AB ലിമിറ്റഡ് ഇസ് ഈക്വൽ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ലോങ് ടൈം ഡെപ്റ്റ് ഇൻക്ലൂഡിങ് ഡിബഞ്ചേഴ്സ് ആൻഡ് ടേം ലോൺസ് പ്ലസ് കറണ്ട് ലയബിലിറ്റീസ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ₹15 lakh എന്ന് കിട്ടും. സോ ഇവിടെ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ഓൺലി ലോങ് ടൈം ലയബിലിറ്റീസ്. At the same time, financial structure includes long-term liabilities as well as short-term or current liabilities. Okay, so hope you understood that both the topics we discussed today. Let us conclude today's discussion. Thank you.